അയവാച്ചനെ നാട്ടുകാരെങ്കിലും കണ്ടാൽ നമ്മളും കൂടെ അകത്താവും. അതുകൊണ്ട് ആ പരിപാടി വേണമെന്ന് ഒന്നും കൂടെ ആലോചിച്ചിട്ട് മതി. നമുക്ക് അയാളെ വേഷം മാറ്റി കൊണ്ടുപോയാലോ? അത് കൊള്ളാം. അപ്പൊ ആളറിയാതെ കൊണ്ടുപോവാം. പക്ഷെ ഏത് വേഷത്തിൽ കൊണ്ടുപോകും? മഞ്ഞ പാന്റും ചുവന്ന ഷർട്ടും ഇടിവിച്ച് ഒരു നീല തൊപ്പിയും കൂടെ ഫിറ്റ് ചെയ്ത് കൊടുത്താലോ? അപ്പൊ രൂപം മാറണ്ടേ? ഒരു കൂളിംഗ് ഗ്ലാസ് കൂടെ ആവാം. എന്താ സിനിമ ഒരു കൂളിംഗ് ഗ്ലാസ് വെക്കുമ്പോഴേക്കും ആളുടെ രൂപം മാറാൻ? എന്നാ ഒരു കാര്യം ചെയ്യാം, തല മുട്ടയടിച്ച് ദേഹം മുഴുവൻ പച്ച കുത്താം. അത് വേണ്ട, നമുക്ക് ശരീരം ആ സകലം മൊസൈക്കിടാം. നടക്കുന്ന കാര്യം വല്ലതും പറയടാ. തെണ്ടി എന്താ വിളിച്ചത്? അല്ല, തെണ്ടിയുടെ വേഷം കടിച്ചാലോ? അത് കൊള്ളാം. ഏത് തെണ്ടിക്കും എവിടെയും കയറി ചെല്ലാവുന്നതാണല്ലോ. നമുക്ക് ഒട്ടും കുറയ്ക്കണ്ട. കുഷ്ഠരോഗി തന്നെ ആയിക്കോട്ടെ. അയ്യോ, ഒരു കുഷ്ഠരോഗി എന്ന് പറയുമ്പോഴേക്ക് ഇത്ര പേടിക്കുന്നതിനാണ്? അതല്ല, നോക്ക്. സത്യം പറ, ഞാൻ അറിയാതെ പിന്നെയും വേറെ വല്ല കേസും നീ കയറി വാദിച്ചിരുന്നോ? സത്യമായിട്ട് ഞാൻ അങ്ങനെ ഒരു അബദ്ധം ചെയ്തിട്ടില്ലടാ. ഇനി അവന്മാർ പുതിയ വല്ല കേസ് ഏൽപ്പിക്കാൻ വരികയായിരിക്കും. അതിന് കയ്യിലെന്തിനാ വടി? ചിലപ്പോ അഡ്വാൻസ് തരാനായിരിക്കും. നിങ്ങൾ കാത്തിരുന്ന് മുഷിച്ചിട്ടുണ്ടാവും അല്ലേ? ഇവരെ കിട്ടാൻ താമസിച്ചു. ഒരു വഴിവെട്ട് കേസ് തീർക്കാൻ പോയിരിക്കായിരുന്നു, അതുകൊണ്ടാ. ഇതേതാ അമ്മാവ ഈ ഉണ്ടമാക്രികള്? ചേട്ടാ, ഇതാ ഞാൻ പറയുന്നത്. നിനക്ക് ബുദ്ധി ഇപ്പോഴും വികസിച്ചിട്ടില്ലെന്ന്. ദാ, അയവാച്ചൻ ഓടിപ്പോവുകയോ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോവുകയോ ചെയ്യാതെ നോക്കുന്നതല്ലേ ഭംഗി. അതിനെയാ ഞാൻ ഈ രണ്ട് മല്ലന്മാരെ കൊണ്ടുവന്നിരിക്കുന്നത്, കാവലിന്. കുഞ്ഞനും തമ്മിലുള്ള ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാ. ദാ, പറഞ്ഞ പ്രകാരം 50,000 രൂപയുണ്ട്. എന്നാ അമ്മ കയറിയിരിക്കേ. പിന്നെ ഇത്രയും വലിയൊരു തുകയുടെ ഇടപാടല്ലേ. അമ്മാവൻ മരുമകൻ ബന്ധം വേറെ, ബിസിനസ് വേറെ. ഈ മുദ്രപത്രത്തിൽ ഒപ്പിട്ടേച്ച് കാശ് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് ഒപ്പിട്ട്. പേരുണ്ടോ? ഒപ്പ് നീട്ടോ, കാശ് ഞാൻ വാങ്ങിച്ചോ. മരുമോനെ, കള്ളൊപ്പൊന്നും ഇട്ട് കളയല്ലേടാ. അമ്മായിയെ കെട്ടാൻ നേരത്തെ കല്യാണ രജിസ്റ്ററിൽ കള്ള ഒപ്പിട്ട അമ്മാവന്റെ മരുമോനല്ലേ ഞാൻ? അമ്മാവന്റെ സംശയം ന്യായോ? അയവാച്ചന് ഞങ്ങൾ വളരെ രഹസ്യമായും സുരക്ഷിതമായും ഒരു സ്ഥലത്ത് താമസിപ്പിച്ചിരിക്കുക. അവിടെ ഈ മല്ലന്മാരെയൊക്കെ ഇടിച്ച് കയറ്റി ആകെ വൃത്തിയിലാക്കണം അമ്മാവ. അതുപോട്ടെ, അപ്പൊ ബാക്കി തുക അടുത്ത വെള്ളിയാഴ്ച അമ്മാവൻ നമ്മളെ ഏൽപ്പിക്കുന്നു, നമ്മൾ അയവാച്ചനെ അമ്മാവനെ ഏൽപ്പിക്കുന്നു. ഈ നോട്ട് കാണുമ്പോ മനുഷ്യർക്ക് വരുന്ന ഓരോ മാറ്റങ്ങള് നീ ഒന്ന് ഞൊടിച്ചാ മതി, ഈ നിമിഷം ആ തന്തയും തള്ളയും നിനക്ക് സുഗന്ധിയെ കെട്ടിച്ചേരും. ഏയ്, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ നിന്റെ തോന്നല. ഒന്നും അല്ലടേ, കേവലം കടലാസും മഷിയാണെങ്കിലും ഈ നോട്ടെന്ന് പറയുന്ന സാധനത്തിന്റെ ഒരു വിലയെ എന്തൊക്കെ പറഞ്ഞാലും ശരി. എന്താ? അല്ല, നീ നടന്നു. കാര്യം ഞാൻ വരാം. കാര്യം എന്താണെന്ന് പറ. അല്ല, പിന്നെ എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് കുറച്ച് മൂത്രമൊഴിക്കാനുണ്ട്. ഇത് പറഞ്ഞപ്പോഴാണ് ഞാനും ഓർത്തത്, മലയാളികൾക്ക് ഈ ഒരു കാര്യത്തിലുള്ള യോജിപ്പേ. അല്ല ഹരി, നീ ഇവിടെ മൂത്രമൊഴിച്ചാൽ ശരിയാവില്ല. ഈ ഒരു കാര്യം മാത്രം നീട്ടി വെക്കാൻ ദൈവം നമ്മളെ അനുവദിക്കില്ല. നീട്ടി വെക്കണ്ട, നീ കുറച്ചങ്ങോട്ട് മാറി വെറുതെ ഭയമിച്ചെടുത്ത് വേല് വൃത്തിയിടാക്കല്ലേ. ഇല്ലെങ്കിൽ എന്റെ പാന്റ് വൃത്തിയിടാവും. ഞാനാ പറയുന്നത്. ഇപ്പൊ സൗകര്യായി. പരിപ്പുവട. നീ ഇതിൽ ഇടപെടരുത്, അതെനിക്കുള്ളതാ. ഈ പ്രേമദൂതുമായിട്ട് ഹംസവും മേഘവും പോസ്റ്റ്മാനും ഒക്കെ പോയി എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു പരിപ്പുവട ഈ ദൗത്യം ഏറ്റെടുക്കുന്നത് കാണുന്ന ആദ്യമായിട്ടാ. നീ എന്നെ നാറ്റിക്കരുത്. പല കാര്യങ്ങളിലും നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കാനുള്ളതാ. എന്താ? കുഷ്ഠരോഗിക്കുള്ള താടിയും മുടിയും വാങ്ങിച്ചില്ല. അയ്യോ, അത് മറന്നു. വാ. എന്താ വിളിയാക്കാത്തത്? പോകാം. എനിക്ക് റോസിയെ കാണാൻ തിടുക്കായിടാ. ആഹാരം കഴിക്കാതെ വാശി പിടിച്ച് കിടന്ന ഇവിടുന്ന് എങ്ങോട്ടും കൊണ്ടുപോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഇത് കഴിച്ചേ. എനിക്ക് വിശപ്പില്ലാഞ്ഞിട്ടാടാ. അത് പറഞ്ഞാ പറ്റില്ല, ഇത് കഴിച്ചേ ഒക്കൂ. എനിക്ക് വേണ്ടാഞ്ഞിട്ടാ. ഇത് കഴിക്കാതെ ഇവിടുന്ന് ഒരടി പോലും മുന്നോട്ട് വയ്ക്കുന്ന പ്രശ്നമില്ല. കഴിക്കാം. അയ്യേ, ഇതെന്താ? അയ്യോ, പൊതി മാറി. പൊതി മാറിപ്പോയതാ. ഇതിനകത്ത് നല്ല പുട്ടും പോത്തിറച്ചുണ്ട്. വേഗം കഴിക്കാം, എന്നിട്ട് വേണം മേക്കപ്പ് ഇടാൻ. മേക്കപ്പ് ഇടേ? അത് പിന്നെ അയവാച്ചന്റെ ഫോട്ടോ ഇവിടെ പുറത്തെല്ലാം വന്ന സ്ഥിതിക്ക് ഒരു പ്രച്ഛന്ന വേഷത്തിലല്ലാതെ നമ്മൾ പുറത്തു പോകുന്ന അപകടം.
അതുകൊണ്ട് ഒരു കുഷ്ഠരോഗിയുടെ മേക്കപ്പ് ഇട്ടാണ് ഞങ്ങൾ അയവാച്ചനെ വീട്ടിൽ കൊണ്ടുപോകുന്നത്. അയ്യോ കുഷ്ഠരോഗിയുടെ മേക്കപ്പാ. നന്നായിരിക്കും, ചേട്ടന്റെ ഫേസിന് നല്ലോണം ചേരും. എന്നാ പിന്നെ സാന്താക്ലോസിന്റെ വേഷം പോരെ? അതിന് ക്രിസ്മസിന് ഇനിയും എത്രയോ ദിവസം കിടക്കുന്നു. ഇപ്പോഴേ സാന്റോ ക്ലോസിന്റെ വേഷം ഇട്ടോണ്ടിറങ്ങിയ പോലീസിന് കൂടുതൽ സംശയം തോന്നും. ഉവ്വോ, പിന്നെ റോട്ടിലൊക്കെ പോലീസുകാരുണ്ട്. പോലീസുകാരൊക്കെ ഇപ്പൊ റോട്ടിൽ തന്നെ. ചേട്ടൻ അത് കഴിച്ചേ. റോസി ചേച്ചി കാത്തിരിക്കായിരിക്കും. വാമ്പുകൾക്കുമാളമുണ്ട്, കണ്ടിട്ട് കൊതിയാണ്. വറവകൾക്കുണ്ട്, ആ മനുഷ്യ എന്താ ഇത്? അവൻ തമാശ കളിക്കാ. അയവാച്ചൻ ഇങ്ങോട്ട് കയറി വരൂ. പോടാ. ശരിയാവില്ല കേട്ടോ. ഞാൻ കുറച്ച് ഈ തെണ്ടികളെയും വെച്ച് സൈക്കിൾ ചവിട്ടാനുള്ള ഒരു പ്രയാസം. ഒരു തെണ്ടി തന്നെയല്ലടാ ചവിട്ടണത്. എനിക്ക് മൂത്രം മുള്ളണം. അത് പറഞ്ഞാ പോരെ. എനിക്ക് മൂത്രം മുള്ളണം എന്ന് പറഞ്ഞാൽ മൂത്രം മുള്ളണം. അങ്ങോട്ട് എന്നാ പടി വരണ്ട നീ. എന്താ കഴിയാത്തത്? ഇയാളുടെ മൂത്രത്തിൽ വല്ല കരിങ്കല്ലും ഉണ്ട്. ഇത്രയൊക്കെ മൂത്രം ഒഴിക്കാറായോ ഇയാള്? ഇന്ന് തന്നെ കഴിയോ? എന്താണ് ഇവിടെ? അല്ല ഞങ്ങളൊന്ന് മൂത്രം ഓർലോടോ ലൈറ്റ് ഉണ്ടായിരുന്നു. അത് കൃഷ്ണപിള്ളേ യുമാരാ കുഴപ്പക്കാര്. കേരള വണ്ടി എനിക്ക് വളരെ പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരാളാ. കേരള വണ്ടിയിൽ എസ് ഐ അതൊക്കെ സ്റ്റേഷനിൽ സംസാരിക്കും. അത് സൈക്കിൾ പോലീസ് സ്റ്റേഷൻ ഇരുന്നോളും. അയവാച്ചൻ നീ ഇവിടെ പോയി തപ്പും. അയവാച്ചിനുള്ള സ്ഥലം തപ്പിയാ മതി, ആളെ കിട്ടും. എന്ത് പണിയാ തനി കാണിച്ചത്? നമ്മൾ എല്ലാവരും കൊടുക്കുമായിരുന്നില്ലേ? ഇനി ഞാൻ എന്താ വേണ്ടേ? ഈ ട്രെയിനിന് തല വെക്കണം. ഒന്നും തന്നണ്ടല്ലോ. നീ ഒന്നും മിണ്ടായിരിക്കേ. ഇതുവരെ ഒരു കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ തന്നെ വന്ന് പെട്ടല്ലോ. വെള്ള വേഷമാണെങ്കിലും വിഷമാണാ വരുന്നത്. ഒരക്ഷരം വേണ്ടി പോരുത്. എന്തൊക്കെയുണ്ട് സഹോദരന്റെ വിശേഷങ്ങൾ? ഏതാ ഈ സഹോദരൻ? കണ്ടില്ലേ, കുഷ്ഠരോഗം കൊണ്ട് കഷ്ടത അനുഭവിക്കുന്ന ഒരു ജ്യേഷ്ഠൻ. കുഷ്ഠരോഗികളെ സ്വന്തം സഹോദരങ്ങളായി കരുതണമെന്നല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്നത്? അതെ. സഹോദരൻ ഒരു ഉപകാരം ചെയ്യാമോ? എന്താ? ഈ സഹോദരനെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വരെ ഒന്ന് ഡ്രോപ്പ് കൊണ്ടുപോകാമായിരുന്നു, പക്ഷെ ഞാൻ ഇന്ന് അല്പ ബിസിയാ. ഒരു അമേരിക്കക്കാരന്റെ വീട്ടിൽ ഒരു കൂട്ടായ്മ കഴിഞ്ഞ് വരികയാണ് ഇപ്പോൾ. ഇനി ഒരു ദുബായിക്കാരന്റെ വീട്ടിൽ കൂട്ടായ്മയുണ്ട്. വരട്ടെ സഹോദരനെ. പാപിയായ ഈ സഹോദരനെ ദൈവം രക്ഷിക്കട്ടെ. പരമദ്രോഹിയൻ. എന്റെ സൈക്കിളിൽ തന്നെ കേട്ടണം. വെള്ള പെയിന്റ് അടിച്ചെന്ന് പറഞ്ഞ് ഇതെന്താ ആംബുലൻസ് ആണോ? എന്ന് തീരും എന്റെ കഷ്ടവീ മണ്ണിൽ. അയ്യോച്ച, അത് അയവാച്ചനായിരുന്നോ? അയ്യോച്ച, സഹോദര സഹോദര ആള് മാറിപ്പോയി സഹോദര. ഇല്ല സഹോദര, മാറി സഹോദര. ഇല്ല സഹോദര, എന്റെ പൊന്നു സഹോദര. മാറുന്നില്ല സഹോദര. നിക്ക് സഹോദര. എന്റെ ദൈവം നിൽക്കുന്നില്ല സഹോദര. ഓ നിക്ക് സഹോദര. തീർന്നല്ലോ. എന്റെ ദൈവമേ, ഒരു വെളുത്ത ഭ്രാന്തൻ മോനെ. അവന്റെ അമ്മയുടെ ഒരു ഐഡിയ എനിക്ക് മതിയായി. വല്ല വഴിക്ക് ഇറങ്ങിപ്പോവാന്ന് വെച്ചാ അതിനും പറ്റാണ്ടായല്ലോ കർത്താവേ. അയ്യോച്ച, ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കേ. അയവാച്ചനെ ഉപദ്രവിക്കണമെന്ന് ഞങ്ങൾക്ക് യാതൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ സംഭവിച്ചതല്ലേ. എന്തായാലും ഞങ്ങൾ പറഞ്ഞതുപോലെ സമരം പൊളിച്ചു തന്നെ. ഇനി അടുത്ത പടി നോക്കാം. പക്ഷെ അതിനല്പ സാവകാശം വേണം. ഇപ്പൊ തന്നെ ആ ലോലൻ വെടികൊണ്ട പന്നിയെ പോലെ നടക്കുകയാണ്. വെടികൊണ്ടത് അവനല്ലടാ, പന്നി എനിക്കാടാ. അയവാച്ച, എന്തൊക്കെ സംഭവിച്ചാലും ഇന്ന് രാത്രി അയവാച്ചനെ ഞങ്ങൾ വീട്ടിലെത്തിച്ചിരിക്കും. സത്യം. സംശയിക്കണ്ട, ഞാനാ പറയുന്നത്. എന്റെ കൊക്കിൽ ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ചെയ്തിരിക്കും. അയവാച്ചൻ ചെന്ന് വീട്ടുകാരൊക്കെ സുഖമായി കഴിയുന്നത് നേരിട്ട് കണ്ട് മനസ്സിലാക്കുക. എനിക്ക് ഈ ക്ഷയരോഗിയായിട്ടും കുഷ്ഠരോഗിയായിട്ടും പോകാൻ വയ്യ സുശീല. ഇനി അതിനേക്കാൾ കൂടിയ രോഗം എന്തുണ്ട്? എയ്ഡ്സ് രോഗിയാക്കിയാലോ? എയ്ഡ്സ് നിന്റെ അപ്പനടാ. എന്നെ ഒന്ന് പിടിച്ചേ, എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഭ്രാന്ത് കൂടോന്ന് പറയുന്നല്ലേ ശരി. അയവാച്ച,
എന്റെ കഷ്ടം തീരില്ല, എന്റെ ദുഃഖം തീരില്ല. ഓ